ഹലോ. അപ്പോൾ നമ്മൾ ജോർജിയയിൽ വന്ന് ഇറങ്ങിയിട്ടുള്ള അന്നത്തെ ഈവനിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈവനിങ് ചുമ്മാ പുറത്തിറങ്ങി അവിടെ അടുത്തുള്ള സ്ട്രീറ്റ്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതോടൊപ്പം തന്നെ രാത്രിയിലത്തെ ഡിന്നറും കൂടി കഴിക്കണം. ആ ഉദ്ദേശത്തിലാണ് ഈ നൈറ്റ് വാക്ക്. രാത്രിയൊക്കെ ഈ സ്ട്രീറ്റ് കാണാൻ നല്ല വൈബാണ്. നമ്മളിന്ന് ഉച്ചയ്ക്ക് എത്തിയെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം വേറൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഗീതുവും രാഹുലും നമ്മളും പിന്നെ പിള്ളേരും ഇന്ന് എത്തിയെങ്കിലും നാളെയാണ് ദീപേഷും ശ്രുതിയും ദേവുട്ടിയും നമ്മളെ ജോയിൻ ചെയ്യണം കേട്ടോ. വിൻ്റർ സീസൺ സ്റ്റാർട്ടായ കാരണം തന്നെ അത്യാവശ്യം നല്ല തണവുണ്ടായിരുന്നു. നമ്മുടെ തേർമൽസും പഫർ ജാക്കറ്റും ഒക്കെ നമ്മുടെ മിസ്സായിട്ടുള്ള ലഗേജിലാണ് കേട്ടോ. അത് കാരണം തന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇട്ടിട്ട് വന്ന നോർമൽ ജാക്കറ്റിലാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വാം ആവാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ തൊട്ടടുത്തിട്ടുള്ള ഒരു കോഫി ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടർക്കിഷ് ബേക്കറി കം സൂപ്പർ മാർക്കറ്റായിരുന്നു. അവിടെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. ആ ഹോം സ്റ്റേൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം എല്ലാ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, ഇന്ത്യനും ടർക്കിഷും പിന്നെ ജോർജിയനും. അങ്ങനെ നമ്മൾ പോണ വഴി അവിടെ ഒരു ടർക്കിഷ് സ്വീറ്റ് ഷോപ്പിൽ കയറി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി. കമ്പാരിറ്റീവ്ലി ടർക്കിഷും ജോർജിയൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതൽ. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത് ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ജംബോ ഷവർമയും ഒരു പ്ലാറ്ററും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജംബോ ഷവർമ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരുന്നു. ഒരു ഷവർമ തന്നെ 2 പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും നല്ല ഫില്ലിംഗും ആയിട്ടുള്ളൊരു ഷവർമയായിരുന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് കബാബ് പ്ലാറ്റർ. ടേസ്റ്റ് ജസ്റ്റ് ആവറേജ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോണ വഴി തന്നെയാണ് സ്പാ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.